ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ മീറ്റ് കറിയും മീറ്റ് സ്റ്റൂവും ബ്രെഡും കൂടെ കാണിച്ചായിരുന്നു. അപ്പോൾ ബ്രെഡ് റെസിപ്പി ഷെയർ ചെയ്യണേന്ന് പലരും പറഞ്ഞു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ആ ബ്രെഡിൻ്റെ റെസിപ്പി തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കെയിൻ ഷുഗറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചെറു ചൂടുള്ള പാലും വെള്ളത്തിൻ്റെയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 260 ml പാലിൻ്റെയും വെള്ളത്തിൻ്റെയും കൂടെ മിക്സ്ചർ എടുത്തേക്കുന്നത്. പിന്നെ ചെറു ചൂടുള്ള പാലും വെള്ളം തന്നെ വേണം. അപ്പോൾ പകുതി പാലും പകുതി വെള്ളവും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ആദ്യമായിട്ട് ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പാലൊരു 250 ml എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ബാക്കി മാത്രം ഈസ്റ്റിലോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ കുഴയ്ക്കാനുള്ള എളുപ്പത്തിന്. അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ മാവ് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ ഇപ്പം 350 ഗ്രാംസ് പൊടിയാണ് എടുത്തേക്കുന്നത്. മൈദ 2.5 കപ്പ്. ഞാൻ കപ്പ് എടുത്തേക്കുന്നത് 250 ml മെഷറിംഗ് കപ്പാണ്. ഇനിയിപ്പം നമുക്ക് ആ പൊടി കുറേശ്ശെയായിട്ട് നമ്മുടെ പാലും ഈസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് ചേർക്കാം. ഇപ്പം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് അതൊന്ന് ബബിളപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഡാനിഷ് വിസ്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എന്തെങ്കിലും തടി സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലയോ യൂസ് ചെയ്യാം. കൈ വെച്ചും ചെയ്യാം. പക്ഷേ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ കൈയിട്ട് കുഴയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് എന്തെങ്കിലും സ്പാച്ചുലയോ തവിയോ ഡാനിഷ് വിസ്കോ യൂസ് ചെയ്ത് നമുക്കിതൊന്ന് മാവിങ്ങനെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഇനിയും പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കാം. ഇന്നിപ്പോൾ ഇത് ഞാൻ വെള്ളം എടുത്തേക്കുന്നത് 260 ml. അതുകൊണ്ട് മാവ് ഇച്ചിരി കൂടുതൽ സോഫ്റ്റാണ്. അന്നേരം നമ്മൾ കുഴയ്ക്കാനൊരു ഇച്ചിരി കൂടെ എളുപ്പം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 15 മിനിറ്റ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അങ്ങനെ വെക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഒരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് തേച്ച് കുഴച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പെർഫെക്റ്റായിട്ട് വരുന്നത് നമ്മൾ എത്ര നന്നായിട്ട് തേച്ച് കുഴയ്ക്കുന്നോ അതനുസരിച്ചായിരിക്കും. അപ്പോൾ ഇത് ഒരു 15 to 20 മിനിറ്റ്സ് നന്നായിട്ട് തേച്ച് കുഴയ്ക്കണം. അപ്പോൾ ഇതിപ്പം വെള്ളം കൂടുതൽ ചേർത്തേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും സോഫ്റ്റായിട്ടുള്ള മാവ്. അതുകൊണ്ട് പുതിയ ആൾക്കാർക്കൊക്കെ പുതിയതായിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്നവർക്ക് ഇങ്ങനെ കുഴയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 2 ടേബിൾ സ്പൂൺ വെള്ളം ആ പാലിൻ്റെ മിക്സ് നമ്മുടെ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ബാക്കി മാത്രം ആഡ് ചെയ്ത് പൊടി കുഴയ്ക്കണം. എന്നിട്ട് പിന്നെ ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഈ മാവ് കുഴയ്ക്കാൻ തുടങ്ങുമ്പോഴേ അന്നേരം ഇതിങ്ങനെ പറഞ്ഞ് വരും മാവ്. അപ്പം നമ്മളിത് കുഴച്ച് അതൊരു നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാവായിട്ട് മാറണം. അത്രയും സമയം നമ്മളിത് കുഴച്ച് കൊടുക്കണം. അപ്പോൾ പല രീതിയിൽ നമുക്ക് കുഴയ്ക്കാം. ഇപ്പോൾ മാവിനകത്ത് കൂടുതൽ വെള്ളം ഉള്ളപ്പോൾ നമുക്ക് ആ സ്ലാപ്പ് ആൻഡ് ഫോൾഡ് ഞാൻ ആദ്യം കാണിച്ച പോലെ അങ്ങനെ കുഴയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കുഴയ്ക്കാം. ഒന്ന് മുമ്പോട്ട് തള്ളിയിട്ട് പുറകോട്ട് ഫോൾഡ് ചെയ്ത പോലെ കുഴയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ റോൾ ചെയ്ത് കുഴയ്ക്കാം. ഇതുപോലെ റോൾ ചെയ്ത് കുഴയ്ക്കാം. അങ്ങനെ പലതരത്തിൽ കുഴയ്ക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ മാവ് സ്മൂത്തായിട്ട് വരണം. അതേ ഉള്ളൂ. നമുക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ
കുഴച്ച് കൊടുക്കാം. ഇപ്പം ഒരുവിധം നന്നായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം. ഒരു ബേസിക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഓയിലും ബട്ടറും ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഓയിലോ ബട്ടറോ എന്തെങ്കിലും, ബട്ടർ ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ആ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വേറെ ഏത് ഓയിൽ ചേർത്താലും മതി. അപ്പോൾ ഇച്ചിരി കൂടെ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പം നോക്കും, മാവ് ഇങ്ങനെ വലിക്കുമ്പം അതിങ്ങനെ നന്നായിട്ട് വലിഞ്ഞു വരും. ഇനിയിപ്പം നമുക്കിതിലേക്ക് ബട്ടർ ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തേക്കുന്നത്. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ പിന്നെ നമ്മുടെ മാവ് ഒന്ന് മുറിഞ്ഞ് ഒക്കെ വരും. നമ്മൾ കുഴച്ചിങ്ങനെ സോഫ്റ്റ് ആക്കിയത് ഇച്ചിരി ഒന്ന് അതിൻ്റെ കൺസിസ്റ്റൻസി മാറും. പക്ഷേ അത് സാരമില്ല, കുറച്ച് സമയം കൂടെ കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് ഡോ ആയിട്ട് മാറിക്കൊള്ളും. ഇനിയിപ്പം ആദ്യമായിട്ടൊക്കെ ബ്രെഡ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ മൈദ വെച്ച് ബ്രെഡ് ഉണ്ടാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേശ്ശെ അതിനകത്തോട്ട് കുറേശ്ശെ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ മൈദയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്ഥിരമായിട്ടൊക്കെ ബ്രെഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ എളുപ്പം ബ്രെഡ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന ബ്രെഡിനകത്തൊക്കെ ഒത്തിരി അഡിറ്റീവ്സ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ഇതിന് മുമ്പിട്ട ബ്രെഡ് വീഡിയോസ് നമ്മൾ ഇതുപോലെ ഇത്രയും കൂടുതൽ തേച്ച് കുഴയ്ക്കേണ്ടാത്ത വീഡിയോസ് ആയിരുന്നു 2 ഇട്ടത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല സോഫ്റ്റ് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി കൂടെ ഇങ്ങനെ കുഴച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമുക്ക് സമയമൊക്കെ ഇല്ലെങ്കിൽ അങ്ങനെ കുഴയ്ക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ എത്ര സ്മൂത്തായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ സ്പ്രിങ് അപ്പ് ചെയ്യും, പുറത്തോട്ട് ഇച്ചിരി കൂടെ ഒന്ന് ഇങ്ങനെ വരും. ആ ഒരു പരുവത്തിൽ വേണം. അതുപോലെ ഇങ്ങനെ വലിക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് വലിഞ്ഞു വരുന്നു. ഇതിനെ പറയുന്ന വിൻഡോ പെയിൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഇങ്ങനെ മാവിനെ വലിച്ചിട്ട് ഒരു വെട്ടത്തോട്ട് ഇങ്ങനെ നോക്കുമ്പം ഈ മാവിനകത്തൂടെ വെട്ടം കാണണം. അതാണ് കറക്റ്റ് പരുവം. ആ ഒരു പരുവം വരെ നമ്മളിത് കുഴയ്ക്കണം. എന്നാലേ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് വരത്തുള്ളൂ. ഇനിയിപ്പം നമുക്കൊരു ബൗളിലോട്ട് ശകല എണ്ണ ഒഴിച്ചിട്ട് ഈ മാവ് അതിനകത്തോട്ടൊന്ന് മാവ് എണ്ണയിലൊന്ന് മുക്കിയിട്ട് നമുക്കിത് ഒരു ക്ലിങ് റാപ്പോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയോ ഇട്ട് ഇത് പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ പ്രൂഫ് ചെയ്യാനായിട്ട് ഇത് ഇരട്ടിയായിട്ട് നന്നായിട്ട് പൊങ്ങി വരണം. അതിപ്പോൾ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പം നല്ല ചൂടൊക്കെ ഉള്ള സമയമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പം അത്ര ചൂടൊന്നും ഇല്ലെങ്കിൽ 1-1.5 മണിക്കൂർ ഒക്കെ എടുക്കും. തണുപ്പ് സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതിലും കൂടുതൽ എടുക്കുമായിരിക്കും. പിന്നെ ഇപ്പോൾ ഈസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ അന്നേരം പതയാക്കി കാണിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഈസ്റ്റ് കലക്കി വെച്ചായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ വേറൊരു ബ്രെഡ് കൂടെ ഉണ്ടാക്കി. അപ്പം നമ്മൾ ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ഈസ്റ്റ് യൂസ് ചെയ്യുക, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത ഈസ്റ്റൊക്കെ ആണെങ്കിൽ അതൊന്ന് കലക്കി വെച്ചിട്ടൊന്ന് നോക്കണം, ഈസ്റ്റ് നല്ലതാണോ പൊങ്ങി വരുന്നതാണോ എന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് അപ്പോൾ ആ ഒരു നല്ല പതഞ്ഞിങ്ങനെ വരണം. എന്നിട്ട് നമുക്ക് പൊടി ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 100 ഗ്രാം ഗോതമ്പ് പൊടിയും ബാക്കി 200 മൈദയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ബ്രെഡിനെ കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ അത് രണ്ടും പൊങ്ങി വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു 2 ബ്രെഡിന് എടുത്തിട്ടുണ്ട്. ഒരു 7 ഇഞ്ചിൻ്റെയും പിന്നെ മറ്റേ ഒന്ന് അതിൽ ശകലം ചെറുത്. അപ്പോൾ അതിൽ നന്നായിട്ട് ബട്ടർ പുരട്ടി വെച്ചു. ഇനിയിപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കുഴച്ച് കൊടുക്കാം. ചെറുതായിട്ട് അതിൻ്റെ ആ എയർ ബബിൾസ് എയറൊക്കെ ഒന്ന് മാറ്റിയിട്ട്
ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ചെറുതായിട്ട് കുഴച്ചാൽ മതി, ഇപ്പം വലുതായിട്ടൊന്നും വേണ്ട. ജസ്റ്റ് അതിനകത്ത് ട്രാപ്പ് ചെയ്തേക്കുന്ന എയറൊക്കെ ഒന്ന് പോകണം. ഇനിയിപ്പം നമുക്കൊരു പൊടി ഒക്കെ ഇട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഒന്ന് വെതറിയിട്ട് അതിലോട്ട് ഈ മാവ് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ടിന്നിൻ്റെ വീതിക്കനുസരിച്ച് ആ ഒരു വീതിയിൽ പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യണം. നമ്മൾ ടൈറ്റായിട്ട് റോൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്രെഡിനകത്ത് ഇങ്ങനെ ഹോൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ എയർ ബബിൾസ്, എയറൊക്കെ അകത്ത് ട്രാപ്പ് ചെയ്തേക്കുന്നതൊക്കെ ഒന്ന് കളഞ്ഞ് വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാൻ. ഇങ്ങനെ നന്നായിട്ട് റോൾ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അറ്റം ഈ നല്ലതായിട്ട് പിഞ്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഞെക്കി ഞെക്കി നല്ലതായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ അത് തുറന്ന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മളിത് പാനിലോട്ട് വെക്കുമ്പം ആ പിഞ്ച് ചെയ്ത് കൊടുത്ത സ്ഥലം അടിയിൽ വരത്തക്ക പോലെ വെച്ച് കൊടുക്കണം. ഇപ്പം നമുക്കിങ്ങനെ ബ്രെഡ് ടിൻ ഇല്ലെങ്കിൽ നമുക്ക് റൗണ്ട് കേക്ക് ടിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ബോൾസ് ആക്കിയിട്ട് അതിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ മാവ് ഈ നമ്മൾ ടിന്നിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ക്ലിംഗ് റാപ്പ് ഇട്ട് തന്നെ ഒന്ന് മൂടി വെക്കാം. ഇനി ഇതിപ്പം നന്നായിട്ട് ഡബിൾ സൈസിൽ പൊങ്ങി വരുന്നവരെ നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതുപോലെ തന്നെ മറ്റേ ഞാൻ രണ്ടാമത് കുഴച്ച് വെച്ച മാവും കൂടെ അങ്ങ് പരത്തി റോൾ ചെയ്ത് ടിന്നിലേക്ക് ആക്കുക. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കാണുകയും അതിന് ഒക്കെ ലൈക്ക് ചെയ്യുകയും പിന്നെ കമൻസ് എല്ലാം നല്ല നല്ല കമൻസൊക്കെ അറിയിച്ച എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ ഇതിപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കര ലേറ്റായി ഞാനിത് ഉണ്ടാക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഈ ആദ്യത്തെ ആ സൈഡിലിരിക്കുന്ന ബ്രെഡ് നന്നായിട്ട് ഇച്ചിരി കൂടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന ബ്രെഡ് അത്രയ്ക്ക് അങ്ങ് പൊങ്ങി വന്നിട്ടില്ല. കുറച്ച് സമയം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമായിരുന്നു. അത് ആ വക്ക് വരെ ഒന്ന് പൊങ്ങി വരണം. പക്ഷേ എനിക്ക് അത്രയും സമയമില്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മുമ്പേ പ്രസ് ചെയ്തപ്പോൾ അത് ഇച്ചിരി ഇങ്ങനെ പൊങ്ങി വരും. പക്ഷേ നമ്മൾ കൂടുതൽ സമയം പ്രൂഫ് ചെയ്യുകയും ചെയ്യരുത്, എന്നാൽ കുറവ് സമയം ആവരുത്. അപ്പോൾ അത് ഒരുവിധം നന്നായിട്ട് തന്നെ പൊങ്ങി വരണം, എന്നാൽ കൂടുതൽ സമയം വെക്കരുത്. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബേക്ക് ചെയ്യുമ്പം ഒട്ടും പൊങ്ങത്തില്ല, അത് ഇച്ചിരി ഹാർഡായിട്ട് ഇരിക്കും. ഇത് പക്ഷേ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങണമായിരുന്നു. പിന്നെ ഞാൻ ഈ സ്റ്റവ് ടോപ്പിലാണ് ചെയ്തത്. അപ്പം നന്നായിട്ട് ചൂട് കൊടുത്തിട്ടുണ്ട്, ഹൈ ഫ്ലെയിം വെച്ചാൽ ഹീറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ശരിക്ക് പൊങ്ങുകയും ചെയ്തില്ല. പിന്നെ ഈ ഹൈ ഹീറ്റിലോട്ട് വെച്ചപ്പോൾ നന്നായിട്ടത് പൊങ്ങി. എന്നിട്ട് മേൽവശമൊക്കെ ഒന്ന് കീറി. പക്ഷേ ഓവനിൽ വെച്ചത് കണ്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ, മേളിലൊന്നും വെടിച്ച് കീറിയിട്ടില്ല, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത് ബേക്ക് ചെയ്യുമ്പം രണ്ടാമത് പ്രൂഫ് ചെയ്യാൻ വെക്കുമ്പം ആവശ്യത്തിന് അത് പൊങ്ങണം. പൊങ്ങിയില്ലെങ്കിൽ മേളിൽ നിന്ന് വെടിച്ച് കയറും. അതേസമയം കൂടുതൽ പൊങ്ങിപ്പോയാൽ പിന്നെ അത് ശരിയായിട്ട് പൊങ്ങി വരത്തില്ല. ബേക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരത്തില്ല. അപ്പം നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പം നമുക്ക് സ്റ്റവ് ടോപ്പിൽ ചെയ്തത് നോക്കാം.
അതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്ന് ഇച്ചിരി വെടിച്ച് കീറിയിട്ടുണ്ട്. എനിക്ക് ഈ അടുപ്പയിൽ വെച്ച് ബ്രെഡ് ബേക്ക് ചെയ്ത് അങ്ങനെ പരിചയമില്ല. പിന്നെ ഇന്ന് ഇത് ആവശ്യത്തിന് പൊങ്ങിയില്ല, മാവ് ആവശ്യത്തിന് പൊങ്ങിയില്ല. കുറച്ച് സമയം കൂടെ പൊങ്ങാൻ വെക്കണമെന്ന്. അപ്പോഴത്തേക്ക് തന്നെ രാത്രി 10:30 ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരമില്ല, അങ്ങ് ബേക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് പൊങ്ങാൻ വെക്കണമായിരുന്നു ബേക്ക് ചെയ്യുന്നതിന് മുമ്പ്. അപ്പം നമ്മൾ ബേക്ക് ചെയ്തോ എന്ന് അറിയുന്നത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറം ഒന്ന് തട്ടി നോക്കുമ്പോൾ ഒരു ഹോളോ സൗണ്ട് പോലെ കേൾക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാം ഈ വീഡിയോ ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ റിയാൻസ ബേക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചാനലുണ്ട്. അതിനകത്ത് ഇഷ്ടം പോലെ ബ്രെഡ് റെസിപ്പീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.